ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെ കേരളക്കരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സംഭവം നടന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന പ്രദേശത്താണ്. സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. 28 വയസ്സുള്ള ബിരുദാനന്തര ബിരുദമുള്ള യുവാവാണ് കഥയിലെ കേന്ദ്രബിന്ദു. പ്രത്യക്ഷത്തിൽ ഇയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, സുന്ദരൻ സുമുഖൻ. പക്ഷേ ഇയാൾ ചെയ്ത പ്രവൃത്തിയാണ് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കൊന്നു കുഴിച്ചുമൂടി. എന്നിട്ട് ആ വീട്ടിൽ തന്നെ സുഖമായി 10 ദിവസത്തോളം താമസിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം ഉണ്ടായപ്പോൾ മാത്രമാണ് നാട്ടുകാർ ഈ വിവരം പുറത്തറിയുന്നത്. എന്തിനു വേണ്ടിയാണ് മകൻ മാതാപിതാക്കളെ കൊന്നുകളഞ്ഞത്? മാതാപിതാക്കൾ എന്ത് ദ്രോഹമാണ് ഈ മകനോട് ചെയ്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരു അന്വേഷണ യാത്ര. ജോണിന്റെ വീട്ടിൽ ആളനക്കമുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല. വാതിലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. ഒരൊറ്റ ജനൽപ്പാളികൾ പോലും തുറന്നു കിടക്കുന്നുമില്ല. ശടാ, എന്നാലും ജോണും ലീലാമ്മയും ഇതെങ്ങോട്ട് പോയിരിക്കുക? അവരെ കണ്ടിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. കുറേ ദിവസമെന്ന് വെച്ചാൽ ഏതാണ്ട് 10 ദിവസത്തോളമായി. വീട്ടിലുണ്ടെങ്കിൽ ജോണിന്റെ ഉറക്കെയുള്ള സംസാരം കേൾക്കാം. എന്താവശ്യമുണ്ടെങ്കിലും ലീലേ ലീലേ എന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കും. തൊട്ടയൽവാസിയായ രമണിക്കാണ് ആദ്യ സംശയം തോന്നിയത്. അങ്ങനെ ഒരു സംശയം വരേണ്ട കാര്യമില്ല. കാരണം പള്ളിയും ധ്യാനവും എന്നൊക്കെ പറഞ്ഞ് ജോണും ഭാര്യയും ഒരു പോക്ക. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇതിപ്പോ ദിവസം 10 കഴിഞ്ഞില്ലേ? മനസ്സിൽ ഊറി വന്ന സംശയത്തോടെ അവൾ ജോണച്ചായന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. വിശാലമായ കൃഷിത്തോട്ടത്തിലൂടെ വേണം വീട്ടിലെത്താൻ. പറമ്പിലെ കൃഷിത്തോട്ടം നിറയെ പല വിഭവങ്ങളും പാകമായി കിടക്കുന്നു. വെണ്ട, ചേന, ചേമ്പ്, പയറ് എന്നു വേണ്ട സകല കൃഷിയുമുണ്ട് ആ തോട്ടത്തിൽ. എല്ലാം അച്ചായന്റെയും ഭാര്യയുടെയും അധ്വാനത്തിന്റെ ഫലമാ. രാവിലെ കൃഷിത്തോട്ടത്തിലിറങ്ങിയാൽ ഇരുട്ടു വീണാലേ തിരിച്ചു കയറിപ്പോകൂ. വർഷങ്ങളായി ഭാര്യയും ഭർത്താവിന്റെയും ദിനചര്യ ഇതാണ്. ഇവരെ പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ ദിവസം ഈ ഇതിനകത്തിലുണ്ട്, ഈ കൃഷിക്കകത്തിൽ. അവരെ ഒരു 10-12 ദിവസത്തോളം അവരെ കാണാതിരുന്നിട്ടുണ്ട്. രണ്ടുപേരും ഉണ്ട്. രാവിലെ 6 മണിക്ക് ഈ പയറിനകത്ത് വരും. ഈ പയറിനകത്ത് 6 മണിക്ക് വരും. വന്നു കഴിഞ്ഞാൽ ആ അമ്മമ്മയെ കാപ്പിയും കൊണ്ടുവരുന്നത്, ചായയും കൊണ്ടുവരുന്നത് അച്ചായന് കൊടുക്കാൻ. ചായ കുടിച്ചിട്ട് ഇവിടെ മഴയാണെങ്കിൽ ഒരു കവർ തലയെ കെട്ടിക്കൊണ്ടാണ് അയാൾ മണിയുന്നത്. ഭയങ്കര കഷ്ടമായി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കതവ് തുറക്കുമ്പോൾ ഒരു പേടി സ്വപ്നമായിപ്പോൾ. നാണിയമ്മയ്ക്ക് എന്നും കുറെ അടയ്ക്കാപ്പാക്കുമായി ജോൺ എത്തും. ജോണിന്റെ പുരയിടത്തോട് ചേർന്ന നാണിയമ്മയുടെ വീട്. പുരയിടത്തിൽ വിളയുന്ന കൃഷി വിഭവങ്ങളും നാണിയമ്മയ്ക്ക് നൽകും. അത്രയ്ക്ക് സ്നേഹമുള്ളവനാ ആ കൊച്ചൻ. നാണിയമ്മ വിശാലമായ ആ കൃഷിത്തോട്ടത്തിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. മനസ്സിലെന്തോ ഒരു വേവലാതി ആ വൃദ്ധയെയും പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ ദിവസം പോലും കൃഷിയിടത്ത് വരാതിരിക്കില്ല. ഇതിപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ജോണിന്റെ വീടിന്റെ തൊട്ടടുത്ത അയൽവാസികൾ ആ സംശയം ബലപ്പിച്ചു. അവൻ ശവം എടുക്കുന്നതിൻ്റെ തലേദിവസം ഇതിനകത്ത് നിന്ന് പന്തലിടുമായിരുന്നു. ഇതിനകത്തില്
അതല്ലേ പറഞ്ഞ സംശയമില്ല. ഇവനെ എങ്ങനെ സംശയിക്കാനേ? ഇവനെ അവർ പോയി കഴിയുമ്പോൾ അവനും ജോലിക്ക് ഇറങ്ങി വരും. അവൻ ജോലി ചെയ്യുന്ന പയ്യനെ അതിനകത്ത് ഇറങ്ങി ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല നമുക്ക് അതിനെപ്പറ്റി അല്ല ഒന്നും അറിയാം. അതിന് ശേഷം ഇട്ട പന്തല ഇത് ഇവൻ ശവം കിടപ്പുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇവൻ ചെയ്യുന്നുണ്ട്. ഇവൻ തലേ ദിവസം വൈകുന്നത് വരെ ഇവൻ ഇതിനകത്തുണ്ടായിരുന്നു. ആ ഇളയ ചെറുക്കൻ അവിടെ ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് കാണാം. ഒരു ലക്കും ലഗാനും ഇല്ലാത്തതുപോലെ എന്നും അവനെ മാത്രം കാണും. അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചാൽ മുരിങ്ങൂര് ധ്യാനത്തിന് പോയിരിക്കുക എന്നങ്ങ് പറയും. കൃഷ്ണമ്മ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓർമ്മകൾ പങ്കുവച്ചു. ഈ പയ്യൻ കാണുവാണെങ്കിൽ വെളിയിൽ ഇറങ്ങത്തില്ല. 1 വർഷമായിട്ട് അവൻ വെളിയിൽ ഇറങ്ങാറേ ഇല്ല. ആരുമായിട്ട് ഞങ്ങളെ കാണുവാന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കും. എൻ്റെ മോൻ്റെ പ്രായം അവന്. പിന്നെ നേഴ്സിംഗ് എവിടെ കൊണ്ട് ജോലിയൊക്കെ പോയാൽ അവന് MSc BSc എല്ലാം കഴിഞ്ഞിട്ട് ട്യൂട്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് എങ്ങും ജോലിക്ക് നിൽക്കത്തില്ല. 1 മാസത്തിൽ കൂടുതൽ എങ്ങും നിൽക്കത്തില്ല. തിരിച്ചിഞ്ഞ് പോരും. മജോ ഒരു ഭ്രാന്തനെ പോലെ ആയിക്കഴിഞ്ഞു. ലഹരിയുടെ ഉന്മാദത്തിൽ അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് കേൾക്കാം. ഫുൾ ടൈം കഞ്ചാവിനും മദ്യത്തിനും അടിമയാണ് ആ പയ്യൻ. ജോണിന്റെ വീടുമായി വലിയ അടുപ്പമില്ലാത്ത അയൽവാസികൾ പക്ഷേ ആ വീട്ടിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. ജോണിന്റെയും ലീലാമ്മയുടെയും 2 ആൺമക്കളിൽ ഇളയവൻ MSc ബിരുദധാരി, സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനുമായ ചെറുപ്പക്കാരൻ. മജോ എന്ന 28കാരനെ പറ്റി നാട്ടിലെ മൊത്തത്തിലുള്ള അഭിപ്രായം ഇതായിരുന്നു. മിലിറ്ററിക്കാരനാണ് മജോയുടെ പിതാവ്. അയാൾ മിലിറ്ററിയിൽ നിന്ന് വന്നതിന് ശേഷം കാർഷിക വൃത്തിയും മറ്റ് ജോലികളും ഒക്കെ നടത്തി മറ്റ് ധനവും കണ്ടെത്തി. മാതാവ് ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അവരുടെയൊക്കെ പണം മജോ ഈ സ്വന്തം മാസ്മരികമായ ഒരു ലഹരിയുടെ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവരെ ഇങ്ങനെ നിരന്തരം ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലി ഈ മാതാപിതാക്കൾ ഈ മകനുമായിട്ട് നിരന്തരം വഴക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ജോണിന്റെ റബ്ബർ തോട്ടത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറി. നിമിഷ നേരത്തിനുള്ളിൽ തോട്ടം ജനനിബിഡമായി. പലരും മൂക്കുപൊത്തിക്കൊണ്ട് തോട്ടത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. JCB പണി തുടങ്ങി. എല്ലാ കണ്ണുകളിലും ആകാംക്ഷ നിഴലിച്ചു നിന്നു. കേട്ടത് ശരിയാണോ എന്നറിയാനാണ് പലരും എത്തിയിരിക്കുന്നത്. മകൻ തന്നെയാണ് പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ജോണിനെയും ഭാര്യയെയും കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത് ഈ പൊട്ടക്കിണറ്റിലാണ്. 10 ദിവസമായി മൃതദേഹങ്ങൾ ഈ കിണറ്റിൽ കിടക്കുന്നു. മൃതദേഹങ്ങൾ അഴുകിയതിന്റെ രൂക്ഷഗന്ധം വായുവിൽ അലയടിക്കുന്നു. സ്വന്തം മകൻ മാതാപിതാക്കളെ കൊന്നു കുഴിച്ചിട്ടിരിക്കുന്നു. ഒരരും കൊലയുടെ ആഴങ്ങൾ തേടുകയായിരുന്നു അപ്പോൾ അവിടെ. മൃതദേഹ അവശിഷ്ടങ്ങൾ ഓരോന്നും പുറത്തെടുത്തു തുടങ്ങി. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമായിരിക്കുന്നു. ഓമനിച്ചു വളർത്തിയ സ്വന്തം മകൻ നൽകിയ സമ്മാനങ്ങളായിരുന്നു ഈ പൊട്ടക്കിണറ്റിൽ. രാത്രിയോടെയാണ് അയാൾ ഈ മൃതദേഹങ്ങൾ ഈ കുഴിയിൽ തള്ളി മണ്ണിട്ട് മൂടിയത്. മൃതദേഹങ്ങൾ തുണികളും ചാക്കുകളും കൊണ്ട് പൊതിഞ്ഞ്
കാറിന്റെ ഡിക്കിയിൽ വച്ചാണ് ഈ തോട്ടത്തിലെത്തിച്ചത്. കുറ്റബോധം ലവലേശമില്ലാതെ മൃതദേഹങ്ങൾ ഓരോന്നും ചുമന്ന് ഈ കുഴികളിലിട്ട് മണ്ണിട്ട് മൂടി. എന്നിട്ട് അയാൾ ആ രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങി. ഒരു ദിവസം മൊത്തം കുളിമുറി വെച്ചിരുന്നെന്നാ പറയുന്നത്. അവൻ മൊഴി കൊടുത്തേ എങ്ങനെയാ? അവന് യാതൊരു കൂസലുമില്ല സാറേ, യാതൊരു കൂസലുമില്ല അവന്. പിന്നെ നമുക്ക് ഇത്രേ അറിയത്തുള്ളൂ, ഒന്നും നമുക്കറിയത്തില്ല. ഈ കഞ്ചാവ് അടിക്കുമെന്നോ കള്ളടിക്കുമെന്നോ മയക്കുമരുന്ന് ചെയ്യുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ലഹരിയുടെ മാസ്മര ലോകത്തായിരുന്നു അയാൾ എപ്പോഴും. ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും അയാൾക്കില്ല. MSc നഴ്സിംഗ് ബിരുദധാരിയാണെങ്കിലും ജോലിക്കൊന്നും അയാൾ പോകാറില്ല. എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും വാലിൽ ചുറ്റി ഈ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും. മദ്യപിക്കാനും കഞ്ചാവിനുമൊക്കെ നിശ്ചിത തുക മാതാപിതാക്കൾ നൽകണം. അത് കിട്ടിയില്ലെങ്കിൽ അയാൾ അക്രമാസക്തനാകും. ആ കുടുംബത്തിലെ എല്ലാ ആളുകളും വിദ്യാസമ്പന്നരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കുറേ നാൾ, ഈ മജു കുറച്ച് നാൾ വിദേശത്ത് ജോലിയിലായിരുന്നു. ആ വിദേശത്ത് ജോലിയിലായിരുന്ന മജു തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം മജോയെ സംബന്ധിച്ചിടത്തോളം മജോയ്ക്ക് ഈ ഒരു ലഹരിയുടെ ഒരു മാസ്മരിക ലോകമാണ് മജോയുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മജോ കണ്ടെത്തിയത്. അങ്ങനെയാണ് അയാൾ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും നാട്ടിൽ വന്നിട്ട് ഈ മാതാപിതാക്കളെ ചൂഷണം ചെയ്ത് അവരുടെ പണം കൊണ്ട് പിന്നെ ഈ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാൻ പുള്ളി ശ്രമം നടത്തിയത്. മകനെ നേരെയാക്കാൻ ജോണും ലീലാമ്മയും പഠിച്ച പണി 18 നോക്കി. വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. പക്ഷേ മജോയുടെ സ്വഭാവത്തിൽ അശേഷം പോലും മാറ്റങ്ങളുണ്ടായില്ല. അയാൾ കൂടുതൽ അക്രമാസക്തനാവുകയായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ നടക്കുന്നത് പുറത്ത് ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. ജോണും ഭാര്യയും എല്ലാം ഉള്ളിലൊതുക്കി ഭീരുക്കളെ പോലെ ജീവിച്ചു. തള്ളൻ തന്നെയൊക്കെ എപ്പോഴും പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അവർ നല്ല മനുഷ്യരാ. അവർ ഒരു കുഴപ്പമുള്ള ആരും ഒരു കുഴപ്പമുള്ളവരല്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു, എന്തിനു ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല. ഉച്ചകഴിഞ്ഞ നേരമായിരുന്നു അന്ന്. മജോ ഭാര്യയെയും കുട്ടിയെയും ആ വീട്ടിൽ നിന്നും മാറ്റി നിർത്തി. പ്രതികാരദാഹിയായി അയാൾ മാറുകയായിരുന്നു. അയാളുടെ മുന്നിൽ 2 മുഖങ്ങൾ തെളിഞ്ഞു വന്നു. ജോണും ലീലാമ്മയും. അവരെ വകവരുത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. തന്നെ എന്നും നന്നാക്കാൻ ഉപദേശിക്കുന്ന, കഞ്ചാവിനും മദ്യത്തിനും പണം തരാത്ത മാതാപിതാക്കളെ ഇന്ന് കൊല്ലണം. അതിനെ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ആ മകൻ കാത്തിരുന്നു. ഓമനിച്ചു വളർത്തിയ അമ്മയെയും ലാളിച്ചു വളർത്തിയ അച്ഛനെയും കൊല്ലാനായി ആ നിമിഷത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു. മജോ കാത്തിരിക്കുകയായിരുന്നു ആദ്യ ഇരയുടെ വരവിനായി. ആദ്യം എത്തിയത് പിതാവായിരുന്നു. അയാൾ ഒന്നും നോക്കിയില്ല. കയ്യിൽ കരുതിയിരുന്ന ഉരുളൻ തടി കൊണ്ട് അയാൾ സ്വന്തം പിതാവിൻ്റെ തലയടിച്ചു പൊട്ടിച്ചു. അച്ഛൻ്റെ മരണം ഉറപ്പാക്കി അയാൾ പിന്നെയും കാത്തിരുന്നു അമ്മയുടെ വരവിനായി. ഭർത്താവിനെ തിരക്കിയെത്തിയ ലീലാമ്മയെ ഒറ്റയടിക്കാണ് മകൻ കൊന്നത്. 2 പേരെയും നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു.
പുറം ലോകം 2 ദിവസത്തേക്ക് മുമ്പ് ഒരു ദുരൂഹത ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം സമീപ പ്രദേശത്തുള്ള ആളുകൾക്കിടയിൽ പിന്നെ ഒരു അസഹ്യമായ ദുർഗന്ധം പരന്നപ്പം ആളുകൾ ചോദിച്ചപ്പോൾ അത് പട്ടി ചത്ത് കിടക്കുന്നതിൻ്റേതാണെന്ന് ഈ മകൻ തന്നെ പറഞ്ഞു. പിന്നീട് പിന്നെ രൂക്ഷമായ ദുർഗന്ധം പരിസര പ്രദേശത്ത് മൊത്തം ഉണ്ടാകുകയും ഒടുവിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വിവരം പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് സ്വയം പറഞ്ഞ് കീഴടങ്ങുകയാണ് പ്രതി ചെയ്തത്. അപ്പോൾ മാത്രമാണ് നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തം ജനം അറിയുന്നത്. വിശാലമായ പുരയിടത്തിലെ പൊട്ടക്കിണറ്റിൽ മൃതദേഹങ്ങൾ രണ്ടും തള്ളി 10 ദിവസത്തോളം ഒന്നും അറിയാത്തവനെ പോലെ ഈ വലിയ വീട്ടിൽ കഴിച്ചുകൂട്ടി. അയാൾ സുഖമായി ഉറങ്ങി, നന്നായി ഭക്ഷണവും കഴിച്ചു. മാതാപിതാക്കളെക്കുറിച്ച് അന്വേഷിച്ചവരോട് അയാൾ പല കള്ളങ്ങളും പറഞ്ഞു. അപ്പോഴും അയാൾക്ക് കുറ്റബോധം ഒരൽപ്പം പോലും ഇല്ലായിരുന്നു. ഇവനെ പോലീസുകാർ പിടിച്ചവനെ കൊന്നാലും വേണ്ടിയില്ലായിരുന്നു, സത്യം പറയാം. പക്ഷേ ആ തള്ളയുടെയും തന്തയുടെയും അവരുടെ മുഖം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. അത് ഭയങ്കര, ആർക്കും ലോകത്തിൽ ഇങ്ങനെ വരരുത്. ഒരു മഹാപരാധം. മകനെ നന്നാക്കാൻ മാതാപിതാക്കൾ ആവുന്നത്ര ശ്രമിച്ചു. അതാണ് അവർ മകനോട് ചെയ്ത ആകെ തെറ്റ്. പക്ഷേ ആ ഉപദേശം മകന് രസിച്ചില്ല. എല്ലാം ഒരു പകയോടെ അയാൾ ഏറ്റെടുത്തു. അവന്റെ മനസ്സിൽ അവർ എപ്പോഴോ ശത്രുക്കളായി പരിണമിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായിരുന്നു ഈ അരുംകൊല. നമ്മളൊക്കെ വളർന്നു വരുന്ന തലങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ച് അച്ഛനും അമ്മയെന്ന് പറയുന്ന വിളിച്ചു വളരുന്നതല്ലേ. അന്നേരം അത് മറയ്ക്കപ്പെടാൻ അവന് മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ കഴിയത്തുള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇല്ലെന്നുണ്ടെങ്കിൽ അവനത് വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ മറയ്ക്കുന്നു. അതുകൊണ്ടാവാം. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് കഴിയണോ, ഇത് അച്ഛനാണ് അല്ലെ അമ്മയാണ്. ഇതിലൊക്കെ ഉപരി ഇത്രയും കാലം 7-8 ദിവസം കൊലപാതകം നടത്തിയിട്ടും വളരെ മാന്യനായി നടക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലൊരിക്കലും ഒരു മനുഷ്യനും പറ്റാത്ത, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കഴിയത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കളിച്ചിരികളും കുസൃതികളും അസ്തമിച്ച ഒരു വീട്, സ്വബോധം നഷ്ടപ്പെട്ട ഒരു മകൻ സമ്മാനിച്ച മുറിപ്പാടുകളുമായി ഇനി ഈ വീട്ടിൽ കുറെ ഓർമ്മകൾ മാത്രം. കനത്ത ഏകാന്തതയുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളുമായി ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഒന്നും മാത്രം പറയുന്നു: അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ബന്ധവും സ്വന്തവുമെല്ലാം. അവർ പോയാൽ അതോടെ എല്ലാം തീർന്നു. മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും അരങ്ങേറുന്നത്. മാതാപിതാക്കളുടെ എതിർവാക്ക് പറയുന്നത് പോലും മഹാപാവമായി ദൈവിക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ മകൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ നൽകിയാൽ മതിയാകും? മനുഷ്യൻ നൽകുന്ന ശിക്ഷയേക്കാൾ ഭയാനകമായ മറ്റൊരു ശിക്ഷ നമുക്ക് മുകളിൽ കാത്തിരിക്കുന്നുണ്ടോ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.